ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മുട്ട പുഴുങ്ങുന്നത് ഇങ്ങനെയാണോ? എന്നാൽ ഗുണത്തേക്കാളേറെ ദോഷമാകും ഫലം. വരൂ വീഡിയോയിലേക്ക് കടക്കാം. മുട്ടയിലെ പോഷകങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പുഴുങ്ങിയ മുട്ട. പ്രോട്ടീൻ്റെ കലവറയായ മുട്ട ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചെറുതല്ല. എന്നാൽ മുട്ട പുഴുങ്ങുന്നതും അത് കഴിക്കുന്നതിലും നാം വരുത്തുന്ന ചില അശ്രദ്ധകൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. പലപ്പോഴും നാം ശീലിച്ചു പോകുന്ന പല കാര്യങ്ങളും ശാസ്ത്രീയമായി തെറ്റാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. മുട്ടയിലെ പോഷകങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. നമ്പർ 1, അമിതമായി മുട്ട പുഴുങ്ങുന്നത് ഒഴിവാക്കാം. നിങ്ങൾക്കറിയാമോ, മുട്ട അമിതമായി പുഴുങ്ങുന്നത് സാധാരണയായി പലരും ചെയ്യുന്ന തെറ്റായ ഒരു കാര്യമാണ്. മുട്ടയുടെ മഞ്ഞക്കരുവിന് ചുറ്റും പച്ചയോ ചാരനിറമോ കലർന്ന ഒരു പാളി കാണാറില്ലേ? ഇത് മുട്ട അമിതമായി വെന്തതിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുട്ടയിലെ ഇരുമ്പും സൾഫറും തമ്മിൽ പ്രതിപ്രവർത്തിക്കുന്നു. ഇത് മുട്ടയിലെ പ്രോട്ടീൻ്റെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകുന്നു. നിങ്ങൾക്കറിയാമോ, മിതമായ ചൂടിൽ നിശ്ചിത സമയം മാത്രം മുട്ട പുഴുങ്ങാൻ ശ്രദ്ധിക്കുക. ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഒരു മുട്ട പൂർണ്ണമായും പുഴുങ്ങാൻ വേണ്ട സമയം. നമ്പർ 2, തണുത്ത മുട്ട നേരിട്ട് പുഴുങ്ങരുത്. ഫ്രിഡ്ജിൽ നിന്നും എടുത്താലുടനെ മുട്ട തിളച്ച വെള്ളത്തിലേക്ക് നിങ്ങൾ ഇടാറുണ്ടോ? എങ്കിൽ ആ ശീലം മാറ്റിക്കോളൂ. തണുത്ത മുട്ട പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തോട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇത് മുട്ടയുടെ ഘടനയെയും ബാധിക്കും. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ശേഷം മുട്ട സാധാരണ താപനിലയിലേക്ക് മാറാൻ അനുവദിക്കുക. അതിനുശേഷം മാത്രം പുഴുങ്ങാൻ വയ്ക്കുക. ഇത് മുട്ടയുടെ സ്വാദ് നിലനിർത്താനും സഹായിക്കുന്നു. നമ്പർ 3, മുട്ട പുഴുങ്ങിയാലുടനെ തന്നെ കഴിക്കരുത്. മുട്ട പുഴുങ്ങിയാലുടനെ കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എന്നാൽ ആ ശീലം അത്ര നല്ലതല്ല. പുഴുങ്ങിയ ശേഷം മുട്ട അല്പനേരം തണുത്ത വെള്ളത്തിൽ ഇട്ടുവെച്ചാൽ ഇത് മുട്ടത്തോട് എളുപ്പത്തിൽ കളയാൻ സഹായിക്കും എന്ന് മാത്രമല്ല, മുട്ടയുടെ ഉള്ളിലെ ചൂട് ക്രമീകരിക്കാനും സഹായിക്കുന്നു. എന്നാൽ ചൂടോടെ കഴിക്കുമ്പോൾ ചിലരിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ഇന്ന് നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മുട്ടയുടെ ഗുണമേന്മ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന മുട്ടയെ കേടായ മുട്ടയും നല്ല മുട്ടയും എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് നോക്കാം. പഴയ മുട്ടകൾ പുഴുങ്ങി കഴിക്കുന്നത് വയറിന് അസ്വസ്ഥതയുണ്ടാക്കും. ഒരു പാത്രം വെള്ളത്തിൽ മുട്ടയിട്ട് നോക്കുക. മുട്ട താഴ്ന്നു കിടക്കുകയാണെങ്കിൽ അത് ഫ്രഷ് മുട്ടയാണ്. എന്നാൽ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് കേടായ മുട്ടയാണെന്ന് മനസ്സിലാക്കാം. ആ മുട്ടയെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ മഞ്ഞക്കരു ഒരു വില്ലനാണോ? മിക്ക ആളുകൾക്കുമുണ്ട് ഈ ഒരു സംശയം. ഇന്ന് ലോകത്ത് പലരും കൊളസ്ട്രോൾ ഭയന്ന് പലരും മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഹൃദ്രോഗം പോലുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് മഞ്ഞക്കരു കഴിക്കുന്നത് ഗുണകരമാണ്. നിങ്ങൾക്കറിയാമോ, വിറ്റാമിൻ എ, ഡി, ഇ എന്നിവയും ആരോഗ്യകരമായ കൊഴുപ്പും മഞ്ഞക്കരുവിലാണ് ഉള്ളത്. ഡോക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം മഞ്ഞക്കരു ഒഴിവാക്കുക. പുഴുങ്ങിയ മുട്ട അധിക നേരം പുറത്തു വെക്കരുത്. തോട് കളഞ്ഞ മുട്ടയാണെങ്കിൽ ഉടൻ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. തോടോട് കൂടിയ മുട്ടയാണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ചു ദിവസം സൂക്ഷിക്കാം. എന്നാൽ 2 ആഴ്ചയിൽ കൂടുതൽ പഴക്കമുള്ള പുഴുങ്ങിയ മുട്ടകൾ ഉപയോഗിക്കരുത്. അത് ഒട്ടും നല്ലതല്ല. മുട്ടകൾ കഴിക്കുന്നതിനൊപ്പം ധാരാളം വെള്ളം കുടിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ നൽകും. മുട്ടയുടെ പോഷകങ്ങൾ പൂർണ്ണമായും ആഗിരണം ചെയ്യാൻ ശരിയായ രീതിയിലുള്ള പാചകം ശീലമാക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.